ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. സോ രാവിലെയാണ് എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുറ്റം തൂക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. അപ്പുറത്തെ ലത ചേച്ചി തൂക്കുന്നു, ദൈനി ഇപ്പുറത്ത് ഞാനും എൻ്റെ ആയുധമായിട്ട് നിൽക്കുന്നു. ഞാൻ മിറ്റം തൂത്ത് മുഴുവനായില്ല. അപ്പോഴേക്കും ഇന്ദു ചേച്ചി കൊച്ചുങ്ങളെയും കൊണ്ട് വന്നായിരുന്നു കേട്ടോ. ആദവിനെയും അക്ഷരനെയും കൊണ്ടുവന്നു. അപ്പം ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് ഒരാളെ മാത്രം നിർത്തിയിട്ട് പോയി. അപ്പം ആദവാണ് നിന്നത്. അക്ഷരയ്ക്ക് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആദവിനെ ഞാൻ എടുത്ത് കണ്ടപ്പോഴേക്കും അക്ഷര അവൾ പിണങ്ങി. അവൾ ടാറ്റ പോലും തരാതെ കേട്ടോ പോയത്. അത് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം പിന്നെ തൂക്കാനായിട്ട് അവനെന്നെ സമ്മതിച്ചില്ല. പിന്നെ അവനെയും കൊണ്ട് ഞാൻ തൂക്കാൻ നിന്ന് കുറച്ച് നേരം. പിന്നെ അമ്മ വന്നു കഴിഞ്ഞപ്പം അവനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുഴുവനും തൂത്തു. നിറയെ മരങ്ങളുള്ളത് കൊണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം കാറ്റൊക്കെ ആയതുകൊണ്ട് ഇല മുഴുവൻ വീണുകൊണ്ടേയിരിക്കും മുറ്റത്ത്. അപ്പം നമ്മൾ അടിച്ചു വാരിയിട്ടും കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പം തൂക്കാത്ത പോലെ കിടക്കും മുറ്റം. ഹായ്, ലൂക്ക ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. അപ്പം അവന് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോഴേക്കും 2 കാക്കയും കൂടെ വന്നു. പിന്നെ അതിനും ബിസ്ക്കറ്റ് കൊടുത്തു. അയ്യോ ചാലു പൈസ കാണിക്കും. ഇതൊക്കെ മാക്സ് പ്രോജക്റ്റിൻ്റെ ശിവാനിയുടെ വർക്ക്സ് ആണ് ഗൈസ്. ഹായ്, സൂപ്പർ സൂപ്പർ. എടി ശാലു, തലേ ദിവസം കുറച്ച് പൊടിമീൻ കിട്ടിയായിരുന്നു. അപ്പം അത് പീര വെച്ചത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു ലത ചേച്ചി അമ്മയും കൂടെ. അടിപൊളിയാ. അരപ്പ് പറ്റിച്ചെടുത്ത് വെച്ചാൽ മതി. വെള്ളമായിരുന്നു, നല്ല രുചിയായിരുന്നു. പിള്ളേരും കൂട്ടിയതല്ലേ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും പാല് വരും കേട്ടോ. അപ്പം നമ്മളും അപ്പുറത്തെ വീട്ടുകാരും പാല് വാങ്ങുന്നുണ്ട്. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ശിവാനി സ്കൂളിൽ പോകാം കേട്ടോ. അപ്പം എൻ്റെ സെയിം സ്കൂളിൽ, ഞാൻ പഠിച്ച സെയിം സ്കൂളിലാണ് ശിവാനി പഠിക്കുന്നത്. അപ്പോൾ സൈക്കിളിൽ പോകുന്ന ദൂരമുള്ളൂ കേട്ടോ. നമ്മളും സൈക്കിളിലൊക്കെയാണ് പോയത്. അതൊക്കെ നല്ലൊരു രസമുള്ളൊരു ടൈമായിരുന്നു. എൻ്റെ ഡ്രസ്സ് വരെ കണ്ടോ പിരിച്ച് സഹായിക്കുന്ന എൻ്റെ അനിയത്തി. ആ മുഖം ഒന്ന് കാണിച്ചേ താങ്കളുടെ, ആ ഫേസ് ഒന്ന് കാണിച്ചേ. എവിടെ കാണുന്നില്ലല്ലോ. ചേച്ചിയുടെ വരെ ഡ്രസ്സ് ഉണക്കാൻ വിരിക്കുകയാണ്. മര്യാദക്ക് വിരിച്ചിട്ടേ, നിവർത്തി വിരിച്ചേടി. ഇങ്ങനെ ഉണക്കിക്കൊണ്ടുവന്നാ ഗൈസ്. പക്ഷേ ഇത്തിരി കൂടെ നനവുണ്ട്. ഹോസ്റ്റലിൽ വിരിച്ചിട്ട് ശരിയായില്ല. ഹായ് ഉമ്മ, ഉമ്മ കൊടുത്തേ. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലേ നമുക്ക് വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന ഏട്ടാ ജോർജ് ചേട്ടൻ. കുറേ മീൻകാർ വരാറുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ജോർജ് ചേട്ടൻ്റെ നിന്നാണ് കേട്ടോ. അവർ കടപ്പുറത്ത് നിന്ന് ഡയറക്റ്റ് വലക്കാരുടെ കയ്യിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ടാറ്റാ.